വിഴിഞ്ഞത്ത് കടലിലകപ്പെട്ട 4 പേരെ രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികളായ റോബിൻസൺ, ദാസൻ ഉൾപ്പെടെ ഉള്ളവരെയാണ് റെസ്ക്യൂ ടീം രക്ഷിച്ചത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഏതായാലും ആശ്വാസം തരുന്ന, ഭാഗികമായെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇതിൽ 4 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും 5 പേരെ രക്ഷപ്പെടുത്താൻ ബാക്കിയില്ല. അവരെക്കുറിച്ചും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? അതെ മോത്തി, ഇന്ന് ആശ്വാസകരമായ വാർത്ത 10 മണിക്കാണ് എത്തിയത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് അവർ വിഴിഞ്ഞം തീരത്തേക്ക് വരുന്നു. എന്നാൽ ഡീസലിന്റെ പ്രതിസന്ധി ഉണ്ട് എന്ന തരത്തിൽ മൊബൈല് ചാർജ് ചെയ്ത ശേഷമാണ് അവർക്ക് ചാർജ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റോബിൻസൺ എന്നയാൾ ഈ ബോട്ടിൽ നിന്ന് വിളിക്കുന്നത്. വിളിച്ച ഘട്ടത്തിൽ തന്നെ ഇവിടുന്ന് റെസ്ക്യൂ ടീം ഫൈബർ ബോട്ടുകളിൽ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത് അവർ വഴിയിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടി. അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലോട് ഇപ്പോൾ കാണുന്നത്. അതായത് അവർ ബോട്ടിലെത്തി, ആഹാരം കഴിച്ചിട്ട് തന്നെ ഒരു ദിവസമായി, വെള്ളവും ആഹാരം തീർന്നു എന്ന് നമ്മോട് ഫോണിലൂടെ റോബിൻസൺ, ദാസൻ എന്നയാൾ പ്രതികരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത്, ബോട്ട് ഞങ്ങൾക്ക് കാണാം, ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞത്. ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. 4 പേർ രക്ഷിക്കാനായി. ഇതിൽ ഇനിയുള്ളത് 4 പേരാണ്. മറ്റൊന്ന് രക്ഷിക്കാൻ പോയ ബോട്ടുമായി ബന്ധപ്പെട്ട ഒരാൾ. അങ്ങനെ 5 പേരുടെ വാർത്ത കൂടി എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതായത് 4 പേരുടെ വാർത്ത ആശ്വാസകരമായി മാറുകയാണ്. 4 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരൂ. നമുക്ക് നേരത്തെ ആ ഫോണിൽ ഉണ്ടായ സംഭാഷണം കൂടി ഒന്ന് പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായി. വെള്ളം 4 പേര് ഓക്കെയാണ്. രാവിൽസൺ, ദാസൻ, പേരെന്ത്, ശബരിയാര്. രാഹുൽ ജിനാഥ് തുടരുന്നുണ്ട്. രാഹുൽ, പറയൂ. ഏതായാലും വലിയ ആശ്വാസമായി. നമുക്ക് ആ വാർത്ത എത്തിയതോടെ ഡീസൽ തീർന്നിരുന്നു, ഭക്ഷണം തീർന്നിരുന്നു. ഇതൊക്കെയായി കരുതലോടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ദൗത്യ സംഘം അങ്ങോട്ടേക്ക് പോയത്. അതിൽ 4 പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരിക്കുന്നു. പറയൂ. അങ്ങനെ തന്നെയാണ്. അതായത് 9 പേരെ കാണാനില്ല എന്ന തരത്തിൽ വലിയ ആശങ്ക പടർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു വെള്ളത്തിൽ നിന്ന് ഇത്തരത്തിൽ തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞത്. തിരിച്ചു വിളിച്ചത് ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാളെയാണ്. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ കന്യാകുമാരി തീരത്തിന് സമീപത്താണ്, എങ്കിലും ഈ തീരം അടുപ്പിക്കാൻ തീരം കാണുന്നില്ല, അത്രമാത്രം പ്രതികൂല കാലാവസ്ഥയാണ്. എഞ്ചിൻ തകരാറായിരുന്നു, എന്നാൽ എഞ്ചിൻ നന്നാക്കാൻ കഴിഞ്ഞു. എഞ്ചിൻ നന്നാക്കാൻ അവർക്ക് തന്നെ കഴിഞ്ഞു. അപ്പോൾ വിഴിഞ്ഞം ഭാഗത്തേക്ക് അവർ വരികയാണ്. ഇനി വരെ എത്താനുള്ള ഡീസൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇന്ധനം ഉണ്ടാകുമോ എന്ന് അവർക്ക് അറിയില്ല എന്നുള്ള ആശങ്കയും ആ ഘട്ടത്തിൽ പങ്കുവച്ചു. ആ സമയത്ത് തന്നെയാണ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായുള്ള ഫൈബർ ബോട്ടിൽ എൻഫോഴ്സ്മെന്റിന്റെ 3 ആളുകളും ഒരു മത്സ്യത്തൊഴിലാളിയും ഉൾപ്പെടെ അവർ പറയുന്ന ദിശയിലേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ വഴിമധ്യേ ആശ്വാസകരമായ വാർത്ത അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടിയ ഘട്ടത്തിലാണ് നമുക്കും വിളിക്കാൻ സാധിച്ചത്. വിളിക്കാൻ സാധിച്ചപ്പോൾ വെള്ളം ദൂരെ കാണാമെന്ന് പറയുന്നു. അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ എഞ്ചിൻ കേടായ ആ ബോട്ടും കാണാമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ ബോട്ടിൽ നിന്ന് ഇവരെ മാറ്റി അവർ ഭക്ഷണം കഴിക്കുകയാണ്. കാരണം ഒരു ദിവസമായി ഭക്ഷണവും വെള്ളവും ഉണ്ടായിട്ട്, കാരണം കൊണ്ടുപോയതെല്ലാം അവസാനിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇവിടെ ഈ വാർത്ത പൊതുവിൽ അറിയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം 4 പേരെ മാത്രമാണ് നമുക്ക് രക്ഷിക്കാനായിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് ഈ 8 പേരുടെ സഹോദരങ്ങളുണ്ട്, ഉറ്റവരുണ്ട്. അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുകയാണ്. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 4 പേരെ നമുക്ക് രക്ഷിക്കാനായി എന്നുള്ളത്. ഒരു പക്ഷേ മറ്റു കൂടെ ഉണ്ടായിരുന്ന വള്ളത്തെപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായി അറിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എത്തിയ ശേഷം മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവരെ കാത്താണ് ഇപ്പോൾ തീരം കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ അവർ റെസ്ക്യൂ ചെയ്യാൻ പോയ ഫൈബർ ബോട്ടിൽ മടങ്ങുകയാണ്.